ഇത്രയും ഒരു ഫങ്ഷണലി ഫിറ്റ് ആയിട്ടുള്ള ഒരാൾ ഞാനൊരു 10-25 വർഷമായി ഫീൽഡിൽ വന്നിട്ട്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഫീൽഡിൽ വന്നിട്ട് ഇത്രയും ഫങ്ഷണലായിട്ട്, അതായത് കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ് ആയിട്ട് ഒരു ആളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ പോട്ടെ ലാലേട്ടാ, ഇപ്പോൾ ലാലേട്ടന് പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ പറയുകയാണ് 6 പാക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന് വേണോ അതോ ഇപ്പോഴുള്ള ഫിറ്റ്നസ് മതിയോ? ഞാനിങ്ങനെ തന്നെ പൊക്കോട്ടെ, എനിക്കിത് ഇനി ഒരു പാക്കുമായിട്ട് ഞാൻ നടന്നോളാം. ഇങ്ങനെ തന്നെ ആയിട്ട് നടക്കാൻ പറ്റത്തില്ല. അതെ അതെ. അല്ല, ആരോഗ്യമെന്ന് പറയുന്നത് ഇനിയും അതിനൊരു 6 പാക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ വന്ന സമയത്ത് കേരളത്തിൽ അല്ലെങ്കിൽ ആർക്കും ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആരും ഇങ്ങനെ ഒരു ജിമ്മ് അല്ലെങ്കിൽ ഹെൽത്ത് ക്ലബ്ബ്, ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയത്താണ് വന്നത്. പക്ഷേ എന്ന് വെച്ച് വ്യായാമം ഞാൻ മിക്ക ദിവസവും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പുറമേ ആരിലും ഉള്ളിലാണ് കൂടുതൽ ബലം വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൻ്റെ മെയ്വഴക്കം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആ ഭാഷ ഒരു പക്ഷേ അത് ലാലിൻ്റെ നടന വൈഭവത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സിദ്ധിയെക്കുറിച്ച് ആരൊരാൾ ചോദിക്കാനോ പറയാനോ നിൽക്കുന്നുണ്ട്. ഈ ഒരു ജങ്ചറിൽ ചോദിച്ചു പോകുന്നതാണെന്ന്. ആയിക്കോട്ടെ. കമലദളത്തിലായാലും വാനപ്രസ്ഥത്തിലായാലും ലാലേട്ടൻ വളരെ നന്നായിട്ട് തന്നെ ക്ലാസിക്കൽ ഡാൻസും കഥകളിയും ചെയ്ത് ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ്, അതിന് എന്ത് പ്രിപ്പറേഷനാണ് ലാലേട്ടൻ ചെയ്തത്? ഒന്നും ചെയ്യാൻ സാധ്യതയില്ലല്ലേ? ഞാനുമായിട്ട് ഈ കഥകളി എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗോപിയാശാനെ പോലും വിസ്മയിപ്പിച്ചു. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് അവരൊക്കെ എത്രയോ വർഷമായിട്ട് അപ്പോൾ അതാണ് അവരുടെ അനുഗ്രഹം തന്നെയാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അതിലെ പുതന മോക്ഷം എന്ന് പറയുന്ന ചെയ്യുന്ന സമയത്ത്, അത് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഇതുണ്ടല്ലേ, രാജശില്പി. അതെ, ഇത് ഇടയ്ക്ക് ടി വി കാണുമ്പോൾ പക്ഷെ ബോഡി കുറച്ചുകൂടി ട്രിമാണ് അത്, അല്ലേ? കുറച്ച് വലുതായിരിക്കണം. ഇത് മുഴുക്കൻ ഞാൻ കണ്ടോട്ടെ. അല്ല, അതിപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ സമയത്ത് ചെയ്യുമ്പോൾ ഇത് നട്ടുവം പരമശിവൻ മാഷ അദ്ദേഹമാണ് ചെയ്തത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു 10 ദിവസത്തെ റിഹേഴ്സൽ ഒന്നും ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. ഒന്നത് അതിനുള്ള സമയമില്ല സിനിമയിൽ. അപ്പം ഇപ്പോൾ ഈ കമലദളം എന്നുള്ള സിനിമയിലെ നൃത്തമായാലും ഒക്കെ അപ്പം തന്നെ ചെയ്യുന്നതാണ് അത്. പിന്നെ ഇതൊരു ഞാൻ പറയുന്ന ഈ സിനിമയ്ക്ക് ഒരുപാട് ഒരു പ്രാവശ്യം തെറ്റിയാൽ രണ്ടാമത് എടുക്കാം, അല്ലേ? അതിലേറ്റവും നല്ല പോർഷൻസ് യൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ കഥകളിയിലൊക്കെ ഒരു വലിയ ഷോട്ടുകളാണ്. അപ്പം പൂതനാമോക്ഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കീഴ്പ്പണം കുമാരൻ നായർ, അദ്ദേഹം ഇപ്പോൾ ഇല്ല, എൻ്റെ ഗുരുവായിട്ടായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ മദ്ദളം നിൻ്റെ മുഖത്ത് കണ്ണിൽ വരട്ടെ എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യങ്ങളാണ്. അപ്പം അത്തരം ആൾക്കാരുടെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കാൻ സാധിക്കുന്നത്. ശരീരം വണ്ണിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണത്തിലൊന്നും കോംപ്രമൈസ് ചെയ്യാറില്ലല്ലോ. ഞാൻ ഏറ്റവും നന്നായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്, റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. അത് ലാലിന് മാത്രമല്ല, ഇത് ലാലിൻ്റെ ഈ രഹസ്യം അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.